ഉദ്ഘാടനത്തിനൊരുങ്ങിയ തൃശൂർ പുത്തൂർ സുവോളജിക്കൽ പാർക്ക് ഈ മാസം 28-ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പാർക്ക് നാടിന് സമർപ്പിക്കും. 350 ഏക്കറിലധികം വിസ്തൃതിയിൽ ഒരുക്കിയിരിക്കുന്ന പാർക്കിൽ 23-ലധികം ആവാസ ഇടങ്ങളുണ്ട്. വിദേശത്ത് നിന്നുൾപ്പെടെയുള്ള മൃഗങ്ങളെ പാർക്കിലെത്തിക്കാനും പദ്ധതിയുണ്ട്. സ്ഥലം MLA കൂടിയായ മന്ത്രി രാജൻ പാർക്കിന്റെ സവിശേഷതകൾ മീഡിയ വണിനോട് വിവരിക്കുകയാണ്. ഏഷ്യയിലെ തന്നെ രണ്ടാമത്തെ വലിയ സുവോളജിക്കൽ പാർക്കാണ് തൃശൂർ പുത്തൂരിൽ യാഥാർത്ഥ്യമാവുന്നത്. അടുത്ത് തന്നെ മുഖ്യമന്ത്രി ഇവിടെ എത്തി ഈ പാർക്ക് നാടിന് സമർപ്പിക്കും. ഒല്ലൂർ MLAയും റവന്യൂ മന്ത്രിയായ K. രാജൻ ഇതിനായി ചുക്കാൻ പിടിച്ച വ്യക്തി കൂടിയാണ്. അദ്ദേഹം നമ്മോടൊപ്പം ചേരുകയാണ്. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ രണ്ടാമത്തെ സുവോളജിക്കൽ പാർക്ക്, ഇതിന്റെ പ്രത്യേകതകൾ എന്തെല്ലാം? 300 ഏക്കർ ഭൂമി, 347 ഏക്കർ ഭൂമിയാണ് ഇതിന് ഉപയോഗിക്കുന്നത്. 300 ഏക്കർ ഭൂമി പൂർണ്ണമായിട്ടും ഇതിൽ സുവോളജിക്കൽ പാർക്കാണ്. യഥാർത്ഥത്തിൽ തൃശ്ശൂരിലെ കാഴ്ച ബംഗ്ലാവിലെ മൃഗങ്ങൾക്ക് ആവശ്യമായ സൗകര്യങ്ങളോടെ പാർക്കാനൊരിടം എന്നതായിരുന്നു ആദ്യഘട്ടത്തിലെ ആലോചന. പിന്നെ സ്ഥലം കിട്ടി, സൗകര്യങ്ങൾ വന്നു. ഓസ്ട്രേലിയൻ സൂ ഡിസൈനറായിട്ടുള്ള ജോൺ കോയുടെ മനോഹരമായിട്ടുള്ള സൗകര്യം ഉണ്ടാക്കി. പിന്നെ പുതു വരികയായിരുന്നു. ഇപ്പം കർണാടകത്തിൽ നിന്ന് 247 മൃഗങ്ങളും പക്ഷികളും വരുന്നുണ്ട്. തമിഴ്നാട്ടിൽ നിന്ന് പിന്നെ പരസ്പര കൈമാറ്റത്തിലൂടെ നിരവധി മൃഗങ്ങൾ വരുന്നുണ്ട്. ഇവിടെയാണ് ഹോളോഗ്രാം സൂ, ഇന്ത്യയിൽ ആദ്യമായി സൂ രംഗത്തെ ഹോളോഗ്രാം പരീക്ഷണം. അതിൻ്റെ നിർമ്മാണോദ്ഘാടനം കഴിഞ്ഞ് നടപടികൾ തുടർന്ന് പോവുകയാണ്. ഇവിടെ ഇതിനകത്ത് 75 ഏക്കർ ഭൂമിയെടുത്ത് മാനുകളോടൊപ്പം നടക്കുക മനുഷ്യർ എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് ഒരു ഡിയർ സഫാരി, അതിൻ്റെ ഈ നിർമ്മാണ നടപടികൾ മുന്നോട്ട് പോവുകയാണ്. 160 മാനുകളാണ് ഇപ്പോൾ ഉള്ളത്. 540 നമ്മുടെ ഇപ്പോഴത്തെ അതിലേക്കുള്ള ലക്ഷ്യം. പെറ്റിംഗ് സൂ ഇതിൻ്റെ ഭാഗമായിട്ട് വരാൻ പോകുന്നത്.